എൻ്റെ പൊന്നു ദൈവമേ, ഇത് ഇവിടെ എത്തിയോ? ഓ സോറി, ഐ എം റിയലി സോറി, ഞാൻ കണ്ടില്ലായിരുന്നു. അമ്മേ, എൻ്റെ കൈ. പിന്നെ താൻ എന്തിനാണ് കണ്ണ് വെച്ച് നടക്കുന്നത്? അത് പിന്നെ സോറി എടോ, സോറി. ആർക്ക് വേണ്ടോ തൻ്റെ സോറി? ആ സോറി കൊണ്ട് എൻ്റെ കൈയിൻ്റെ വേദന മാറുമോ? ദേ കൊച്ചേ, അതിനെ ചെറുതായിട്ട് കൈ തട്ടിയല്ലേ ഉള്ളൂ. ഓ, അപ്പം താൻ അറിഞ്ഞുകൊണ്ട് തട്ടിയല്ലേ, എനിക്ക് മനസ്സിലായി. ഓ എൻ്റെ പൊന്നോച്ച, ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. എനിക്കറിയാം താൻ അത് തന്നെയാണ് ഉദ്ദേശിച്ചത്. താൻ ഞാൻ വരുന്നത് കണ്ടിട്ട് മനഃപൂർവ്വം അടിച്ചല്ലടോ. അയ്യടാ, അടിക്കാൻ പറ്റിയൊരു സാധനം. എനിക്കടിക്കണമെങ്കിൽ ഞാൻ വേറെ ആരെങ്കിലും നല്ലത് നോക്കിയിട്ട് അടിക്കില്ലടോ. ആ, പിടിക്കപ്പെടുമ്പോൾ ആണുങ്ങളുടെ സ്ഥിരം ഡയലോഗ്. എല്ലാം അതിന് വേണ്ടി നടക്കാനുള്ളൂ ദൈവമേ. എടാ കടുവേ, താൻ ഇത്രക്കാരനാണെന്ന് ഞാൻ വിചാരിച്ചില്ല. കണ്ടാലൊരു ജെന്റിൽമാൻ, എന്നാൽ കയ്യിലിരിപ്പോ ശേ, അങ്ങനത്തെ ഇവനെ ഇവിടെ നിന്ന് കെട്ടിയെടുക്കുന്നുണ്ട് ദൈവമേ. ദേ വെള്ളിമൂങ്ങി നിർത്തിക്കോ, കുറേ നേരമായി ഞാൻ സഹിക്കുന്നു. ഇതിനെ മാത്രം ഞാൻ എന്ത് ചെയ്തെന്നാ? ഒന്ന് ജസ്റ്റ് തട്ടി, അതിന് ഞാൻ സോറി പറഞ്ഞില്ലേ? എനിക്ക് എന്ത് മതിയായില്ലേ? എന്താ വെള്ളിമൂങ്ങന്നൊക്കെ തൻ്റെ മറ്റോളെ കയറി വിളിച്ചാൽ മതി. ഇതാ എന്നെ കയറി ഒന്നും വിളിക്കാൻ നിൽക്കരുത് കേട്ടോ. ഞാൻ ഇനിയും വിളിക്കും, വെള്ളിമൂങ്ങി 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 വെള്ളിമൂങ്ങി. നീ എന്നെ തല്ലിയല്ലേടി, എന്നാ പിടിച്ചോ. ഓ എൻ്റെ ദൈവമേ, ഇനി ഇവൾ എൻ്റെ മുന്നിൽ ഒരു കാലത്തും കൊണ്ടുവരല്ലേ. ദൈവമേ, ഇനി ഈ ജന്മത്തിൽ ഇതിനെ എൻ്റെ കണ്ണിൽ കാണാൻ ഇടയാക്കി തരല്ലേ ഈശ്വര. അങ്ങനെ ഇതാണ് അവരുടെ ആദ്യത്തെ കണ്ടുമുട്ടൽ. ഇനി നമുക്ക് പ്രസന്റിലേക്ക് പോവാം. എടി നീ എന്താടി എൻ്റെ വീട്ടില്? എടാ താൻ എന്താടാ ഇവിടെ? ഇതെൻ്റെ ഏട്ടൻ്റെ ഫ്രണ്ടിൻ്റെ വീടാ. അതിൻ്റെ താൻ എന്താ ഇവിടെ നിൽക്കുന്നേ? ആ മോളെ പരിചയപ്പെടുത്താൻ മറന്നു. ഇതാണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് കിരൺ, കിച്ചു എന്ന് വിളിക്കും. ഇതാണോ നിന്റെ ഫ്രണ്ട്? എടാ കിച്ചു, ഇതാണ് എൻ്റെ അനിയത്തി ദേവനന്ദ, കുക്കി. എനിക്ക് കുറച്ച് ദിവസം ഇവിടെ ഉണ്ടാവും പഠിക്കേണ്ടിയിട്ട്, അപ്പോൾ നിങ്ങൾക്ക് പരിചയപ്പെടാം. ആണോ? ഹായ് കുക്കി. ഇയാളെന്താ ഇത് ഇങ്ങനെ പറയുന്നേ? കുക്കി, നീ സൂക്ഷിച്ചോ, ഇതെന്തോ വലിയ പണിക്കുള്ളതാ. ഒട്ടുവച്ചൊരാട്ടക്കാരി, ഒട്ടകം പോലൂട്ടക്കാരി, കണ്ടൊടിഞ്ഞ കണ്ട മുണ്ടി വായാടി. ഉശിരിട്ടു കളിച്ച കശക്കി ഞാനെറിയും ഇരുമല മുരുക, വെലുകടം തരണം ചെടുപുടു ചാമുണ്ടിയേ, നിനക്കിന്നും മരണം. എടി കുക്കി, നിനക്ക് നാളെ മുതൽ കോളേജ് സ്റ്റാർട്ടാകും കേട്ടോ. നീ ഒരു കാര്യം ചെയ്യ്, കിരണ്ടോടി വന്നോ, അവനും നാളെ ജോയിൻ. എന്തോന്ന് അതിന് ഈ അടുത്തില്ല. ഞാനിപ്പോൾ കോളേജ് കഴിഞ്ഞത് എനിക്ക് വീണ്ടും കോളേജിൽ പോകാൻ. പോരാത്തതിന് ആ കടുവ അവിടെ ഉണ്ടെന്ന് പോലും. ആ നടന്നായിരുന്നു, ഞാൻ വരത്തില്ല. ഏട്ടാ പോകാം. ഇവളല്ലേ പറഞ്ഞ വരുന്നില്ല എന്ന്, എന്നിട്ടെന്ത് പറ്റി? എടി നീയല്ലേ പറഞ്ഞ വരില്ല എന്ന്, പിന്നെന്താ പറ്റി ഇപ്പം മാറിയത്? വീണ്ടും കോളേജിൽ പോകണത്രേ, അതും ആ കടുവ സാറായി നിൽക്കുമ്പോൾ. പോയില്ല, ഞാൻ ഒരിക്കലും പോവില്ല. ഇവിടെ നിന്നാൽ അങ്ങേർക്കിട്ട് പണി കൊടുക്കാൻ പറ്റില്ല, കാരണം ചേട്ടനുണ്ട്, അങ്ങയുടെ പാരൻസും ഉണ്ട്. ബട്ട് കോളേജിൽ അങ്ങനെയല്ല, കൂടെ പിള്ളേരെയും കൂടി സെറ്റാക്കിയാൽ അങ്ങേരെ ഇട്ട് പണിയാൻ പറ്റും. മോനെ കടുവ സാറേ, വെയിറ്റ് ഫോർ മീ, നിങ്ങളുടെ പണി ഞാൻ വെച്ചിട്ടുണ്ട്. അത് പിന്നെ ഞാൻ നന്നാവാൻ നീ, എനിക്കറിയാം നീ കിച്ചണിട്ട് പണി കൊടുക്കാനാണ് വന്നതെന്ന്. ദേ ഇത് വേറെ സ്ഥലട്ടോ. ലെറ്റ്സ് ചിൽ ബ്രോ. ഒരു മിനിറ്റ്, എൻ്റെ ഫോൺ എടുക്കാൻ പറഞ്ഞു. ഇപ്പോൾ എടാ ഞാൻ റെഡിയായി, പോകാം. നിക്ക്, അവൾ ഫോൺ എടുക്കാൻ പോയിട്ടുള്ളത്, ഇപ്പോൾ വരും. ഏയ് ഐ ആം റെഡി. എടാ നീ എന്താടാ എന്തോ പോയി ആര്യ പോലെ നോക്കി നിൽക്കുന്നേ, എന്ത് പറ്റി? ഡാ എടാ ഇവള് ഈ ഡ്രസ്സ് ഇട്ടുകൊണ്ടാണ് ഇന്ന് കോളേജിൽ വരുന്നത്. എടാ ഇതെന്താ ഈ ഡ്രസ്സ് ഇങ്ങനെ?
ആ അത് അവളുടെ ബെസ്റ്റ് ഫ്രണ്ട് അവളുടെ ബർത്ത്ഡേക്ക് വാങ്ങിച്ചു കൊടുത്ത ഡ്രസ്സാണ്. അതിന് കൊച്ചു കുട്ടികളിടുന്ന ഡ്രസ്സാണോ ബർത്ത്ഡേക്ക് വാങ്ങിച്ചു കൊടുക്കേണ്ടത്? പോവാൻ ചേട്ടാ. എൻ്റെ പൊന്നെ ദൈവമേ, നീ അടുത്തത് കോളേജിൽ വെച്ചായിരിക്കും അടുത്ത അംഗം. എന്നാ നീ ഇതെന്നെ കത്തോണേ. മുരുകന്റെ മകനോ മയിലെ